A grateful heart is a magnet for miracles. റോണ്ട ബേൺ തൻ്റെ ദ മാജിക് എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വരികളാണ്. നന്ദി കാണിക്കാൻ മനസ്സുള്ള ഒരു ഹൃദയം, അത് മിറാക്കിൾസിനെ ആകർഷിക്കുന്ന കാന്തമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചെറിയൊരു വാക്കല്ല, നന്ദി എന്ന ഒരു വാക്കല്ല, ഇറ്റ്സ് ആൻ ആറ്റിറ്റ്യൂഡ്. അതൊരു മനോഭാവമാണ്, ജീവിതത്തിൽ വരേണ്ട ഒരു ശൈലിയാണ്, ശീലമാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ശീലിക്കുന്നതോടുകൂടി നമ്മുടെ പരാതി പറയുക എന്നുള്ള ഒരു ശീലം നമുക്ക് ഒഴിവായിക്കിട്ടുകയാണ്. അപ്പോൾ സമൃദ്ധിയെ നമ്മൾ ആകർഷിക്കുന്ന ഒരു സ്വഭാവമായി മാറും ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട്. നമുക്ക് ഏത് മേഖല എടുത്ത് നോക്കിയാലും അവിടെ ഗ്രേറ്റ്ഫുൾ ആവാനുള്ളതുണ്ട്. ഫ്രം ദ ബിഗിനിങ് നമ്മുടെ ബോഡിയിലുള്ള ഓരോ ഓർഗൻസും നമ്മളെടുത്ത് നോക്കുക. ഭൂമിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു ഹ്യൂമൻ ബോഡിയിലെ ഒരു ഓർഗനും ഇല്ലായ്മയിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അത്രയും വാല്യുബിളാണ്. ഇപ്പോൾ നമുക്കറിയാം, ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ എത്രയോ കോടികളാണ്, ലക്ഷങ്ങളാണ് ഓരോ ഓർഗൻസിനും പേ ചെയ്യേണ്ടി വരുന്നത്. അത് ജസ്റ്റ് മാറ്റി വെക്കേണ്ട സമയങ്ങളിൽ കൊടുക്കേണ്ട വിലയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സൗഖ്യം, ഈ ഒരു ഭാഗ്യമൊക്കെ, അതിനൊക്കെ എത്രമാത്രം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടതാണ്. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന ബന്ധങ്ങൾ, നമ്മുടെ വെൽത്ത്, നമ്മുടെ സമ്പത്തൊക്കെ എത്ര ചെറുതാണെങ്കിലും അതിന് നിങ്ങളൊന്ന് ഗ്രേറ്റ്ഫുള്ളായി നോക്കൂ. ദെൻ നിങ്ങളിലേക്ക് സമൃദ്ധി ഒഴുകി വരുന്നത് കാണാൻ കഴിയും. നമ്മുടെ റിലേഷൻസ്, എല്ലാത്തിലും നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയും. നമ്മുടെ സൗകര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. ഒരു പ്രശസ്തമായ കോട്ടുണ്ട്, എനിക്ക് ചെരുപ്പില്ല എന്ന് ഞാൻ വിഷമിച്ച് നടന്നിരുന്നു, കാലില്ലാത്ത ആളെ കണ്ടപ്പോഴാണ് എൻ്റെ ആ വിഷമം മാറിയത് എന്ന്. അപ്പോൾ നമ്മൾ എന്തില്ല എന്ന് നോക്കുന്നതിന് പകരം നമുക്ക് എന്ത് ഉണ്ട് എന്നതിൽ നമ്മളൊന്ന് നന്ദി പറഞ്ഞു നോക്കുക. നമ്മളിലേക്ക് സമൃദ്ധി ഒഴുകി വരുന്ന, റോണ്ട ബേൺ പറഞ്ഞതുപോലെ മിറാക്കിൾസ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും.